വലിയൊരു ശേഖരം അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബ് വഴിയുള്ള യു ടേൺ മീഡിയ, കൈത്തിരി മലയാളം, ലൈവ് ഫോക്കസ്, ഇങ്ങനെ നവമാധ്യമങ്ങളെ പരമാവധി ഉപയോഗിക്കുന്ന ഒരു കർത്താവിൻ്റെ വേലക്കാരനാണ് ഞാൻ. ജോർജ് കോശി മൈലപ്ര ബ്രദറിനെ പുകഴ്ത്തി സംസാരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അദ്ദേഹവുമായി ചേർന്നുള്ള വേദികൾ വളരെ പരിമിതമാണ്. ഞങ്ങൾ YMCAയുടെ ഒരു മീറ്റിങ്ങിന് പത്തനംതിട്ട വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് ചേർന്ന് വന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഒരു വിസ്മയമാണ്. ജീവിതം ഏറെ സൂക്ഷിച്ച വിശുദ്ധനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിനോട് ചേർന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആക്ഷൻ സോങ്സ്, അല്ലെങ്കിൽ മിക്കവാറും വേനൽക്കാല VBSകളിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിപ്പാട്ടുകളാണ് കേരളം മുഴുവനും പാടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, 90 വർഷത്തിലധികം പാരമ്പര്യമുള്ള തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ചെയർമാനായി അതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ ഒരു പ്രതാപകരമായ അനുഗ്രഹീത അനേക ആളുകൾക്ക് ആതുര സേവന രംഗത്ത് വലിയൊരു ശുശ്രൂഷ നൽകുന്ന ആ സ്ഥാപനം, അങ്ങനെയൊക്കെ അതിൻ്റെ ചെയർമാൻ, അങ്ങനെ ഭാരിച്ച ചുമതലകൾ ഒരു ഭാഗത്ത് വഹിക്കുമ്പോൾ മറുഭാഗത്ത് എളിയ ശുശ്രൂഷകൾ, ലളിതമായ ശുശ്രൂഷകൾ നിറവേറ്റാനുള്ള ഒരു അനോയിൻറ്റിങ് അദ്ദേഹത്തിൻ്റെ മേൽ നമ്മുടെ കർത്താവായ യേശു കർത്താവിൻ്റെ ആത്മാവിനാൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. YMCAയുടെ മുൻ പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് KV കോശി സാറ് ടെലികോമിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അതിൻ്റെ കൂടെ പത്തനംതിട്ടയിലെ അർബൻ സുവിശേഷ വേലയിലും അനേക ഇടങ്ങളിലും കഠിനാധ്വാനം ചെയ്തു. ഒരു ഭാഗത്ത് വലിയ ചുമതല, മറുഭാഗത്ത് യേശു കർത്താവിന് വേണ്ടി താഴ്ന്നിറങ്ങി വരുന്ന ഒരു സുവിശേഷ പാരമ്പര്യമുള്ള കുടുംബമാണ് അദ്ദേഹം. കുന്നംകുളത്തെ ഏറെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ട UCGA കുടുംബത്തിൻ്റെ ഭാഗമാകുന്ന ഒരു സായാഹ്നം, അത് എനിക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും അറിയിക്കുന്നു. GK ബ്രദറ്, ജോർജ് കോശി ബ്രദറ്, അദ്ദേഹം നല്ല ഗാനരചയിതാവാണ്, സംഗീതകാരനാണ്, നല്ല വചന പ്രഭാഷകനാണ്. ഇതിനൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിലെ പാട്ടുകാരെല്ലാം എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയാണ്. അവർ പൊതുസ്ഥലങ്ങളിൽ യേശു കർത്താവിനെ പാടി സ്തുതിച്ച് പരിശീലിച്ചവരാണ്. അവരോടൊപ്പം ജെയ്സൺ ജോബ് ബ്രദറിൻ്റെ സംഘവും ചേർന്ന് എത്ര അനുഗ്രഹീതമായ ദൈവസാന്നിധ്യമുള്ളൊരു സായാഹ്നമായിരിക്കും ഫെബ്രുവരി 22 ആ ഒരു വൈകുന്നേരം. പ്രത്യേകം പ്രാർത്ഥനയിലുണ്ട്. പാട്ടിൻ്റെ പട്ടുനൂൽ എന്ന പദം എനിക്ക് വളരെ ഇഷ്ടമാണ്. രാജാക്കന്മാർ പട്ടുനൂലിലായിരുന്നു പണ്ട് വിലയേറിയ മുത്തുകൾ കോർത്തെടുക്കുന്നത്. ഗാന പാരമ്പര്യത്തിൻ്റെ ആ ഒരു പട്ടുനൂലിൽ ദൈവകരങ്ങൾ കോർത്ത ആ മുത്തുകളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ME ചെറിയാൻ സാറ്, TK ശാമുൽ സാറ്, അതുപോലെ ചാൾസ് ജോൺ, ആ ഒരു പരമ്പരയിൽ ജോർജ് കോശി മൈലപ്ര ബ്രദർ, ആ ഒരു മനോഹരമായ മാല, ഗാനമാല, നമുക്ക് അതിൻ്റെ തിളക്കം കാണാൻ സാധിക്കും. യേശു ക്രിസ്തു മഹത്വം എടുക്കും. പിന്നെ മറ്റ് നാരുകളെ പോലെയല്ല പട്ടുനൂല് കേട്ടോ. ജൈവനാരുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് നാരുകൾ പോലെയല്ല, ജീവനുമായിട്ട് ബന്ധമുള്ളതാണ് പട്ടുനൂലിന്. പട്ടുനൂൽ പുഴു അതിൻ്റെ ഒരു ഏകാന്താവസ്ഥയിൽ അതിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ നൂല്. അതിനെ കൊല്ലാതെ ആ നൂലെടുക്കാനൊക്കത്തില്ല. മരണത്തിൻ്റെ ഒരു മണം ആ നൂലിന് ശരിക്കും ഉണ്ട്. കാൽവറി ക്രൂശിലെ ആ ഒരു യാഗപീഠത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവ്, അവൻ്റെ ആ ജീവൻ്റെ നാരുകൊണ്ട്, സ്നേഹത്തിൻ്റെ നാരുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യജീവൻ്റെ ഊടും പാവും ഒക്കെ നെയ്തെടുക്കുന്നത്. അതേ നൂലിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഈ ചരണങ്ങളൊക്കെ നാം സ്വീകരിക്കുമ്പോൾ, ഈ പാട്ടിൻ്റെ ചരണങ്ങൾ അറിയുക, ഇത് ലോകത്തിലെ ഒരു സിനിമാ പാട്ട് പോലെയല്ലല്ലോ ഈ ഗാനങ്ങൾ. നിത്യതയുടെ ഗാനങ്ങളാണ്, ദൈവകൃപയുടെ ഗാനങ്ങളാണ്. അത് ക്രൂശുമായി ബന്ധമുള്ളതാണ്. പിന്നെ പട്ടുനൂലെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ട്രഡീഷനിൽ പട്ടുനൂൽ വസ്ത്രങ്ങൾ, പട്ടുതുണികൾ വിവാഹവുമായി ബന്ധമുള്ളതാണ്. വധുവും വരനും ഒക്കെ ധരിക്കുന്ന പട്ട് സാരിയും പട്ടുകുപ്പായങ്ങളും. കാന്തൻ, കാന്ത എന്ന പദമൊക്കെ നമുക്ക് പരിചയമാണല്ലോ. ഒരു ഉടമ്പടിയിലേക്ക്, നിത്യ ഉടമ്പടിയിലേക്ക് യേശുക്രിസ്തുവുമായി പ്രവേശിക്കുന്നു നമ്മുടെ കാന്തനായ യേശുക്രിസ്തു. കുഞ്ഞാടിൻ്റെ കല്യാണം എന്നൊരു വിഷയമൊക്കെ അതിനോട് ചേർന്നുണ്ട്.
ഈ പട്ടുനൂലിൻ്റെ ആ ഒരു അനുഭവം, പാട്ടിൻ്റെ പട്ടുനൂൽ, അത് നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. കർത്താവിൽ എൻ്റെ ഏറെ പ്രിയപ്പെട്ട റോയി ജ്യേഷ്ഠൻ, UCGയിലെ അവിടുത്തെ സഹകാരികൾ, ഗായക സംഘം, ജോർജ് കോശി ബ്രദർ, എല്ലാവരോടുള്ള എൻ്റെ ആശംസകളും ആ ഒരു കാര്യപരിപാടിയിലേക്കുള്ള എൻ്റെ പ്രാർത്ഥനയും, ഞങ്ങളിവിടെ മിഷൻ വായിലിൽ ഇടുക്കി തേനി ബോർഡറിൽ ഉള്ള എല്ലാ കൂട്ടങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയെ ഉറപ്പു തരുന്നു. കർത്താവ് നിങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കട്ടെ. ആ സായാഹ്നം ദൈവകൃപയാൽ നിറഞ്ഞ് മനോഹരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.